ഹായ് ഡിയേഴ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ പോയി കാണുക. +2 തുല്യതാ കോഴ്സിലെ എക്കണോമിക്സിൻ്റെ ഏരിയാസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ക്ലാസ് കേട്ടാൽ മതി, നിങ്ങൾക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിന് മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇതിൽ രേഖപ്പെടുത്തുക. നമുക്കിനി പൊളിറ്റിക്സിൻ്റെ എക്സാം കൂടി വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. തൊഴിൽ, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന പുസ്തകം എഴുതിയതാര്? ആരാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. തൊഴിൽ, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന പുസ്തകം എഴുതിയതാര്? ആൻസർ വരുന്നത് JM കെയ്ൻസ് ആണ്. അദ്ദേഹത്തിന് നമുക്കറിയാം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈ JM കെയ്ൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു പുസ്തകം, തൊഴിൽ, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം. അടുത്ത ക്വസ്റ്റ്യൻ. കറൻസികൾ തമ്മിലുള്ള വിലമൂല്യത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കറൻസികൾ തമ്മിലുള്ള വിലമൂല്യത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ വരുന്നത് വിനിമയ നിരക്ക്. ആൻസർ ഏതാണ്? വിനിമയ നിരക്ക്. അടുത്തത്. ഡിമാൻഡും സപ്ലൈയും ചേർന്ന് വില നിർണ്ണയിക്കുന്ന സംവിധാനം അറിയപ്പെടുന്നത്? ആൻസർ വരുന്നത് വില സംവിധാനം. ഡിമാൻഡും സപ്ലൈയും ചേർന്ന് വില നിർണ്ണയിക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ വില സംവിധാനം എന്ന് പറയുന്നത്. അടുത്തത്. രണ്ട് സാധന സേവനങ്ങളുടെ വ്യത്യസ്ത അളവുകളുടെ സംയോഗം അതിനറിയപ്പെടുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ഉപഭോഗ ബണ്ടിൽ. ഒന്നുകൂടി പറയാം. രണ്ട് സാധന സേവനങ്ങളുടെ വ്യത്യസ്ത അളവുകളുടെ സംയോഗത്തിനെ പറയുന്നതാണ് ഉപഭോഗ ബണ്ടിൽ. ശരാശരി വ്യതിയാന ചെലവ് വക്രത്തിൻ്റെ ആകൃതി എന്ത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നുകൂടി പറയാം. ശരാശരി വ്യതിയാന ചെലവ് വക്രത്തിൻ്റെ ആകൃതി എന്ത്? ഉത്തരം വരുന്നത് U ആകൃതി. ശരാശരി വ്യതിയാന ചെലവ് വക്രത്തിൻ്റെ ആകൃതി എന്തെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാ? U ആകൃതി. അടുത്തൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമുക്കെല്ലാവർക്കും വളരെ സിമ്പിളായിട്ടുള്ളൊരു ആൻസറാണ്. ഏതാണ്? ബാർട്ടർ വ്യവസ്ഥ അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റം. ഒന്നുകൂടി ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പറയാം. രണ്ട് സാധന സേവനങ്ങളുടെ വ്യത്യസ്ത അളവുകളുടെ സംയോഗത്തിന് പറയുന്ന പേരാണ് ഉപഭോഗ ബണ്ടിൽ. രണ്ടാമത്. ശരാശരി വ്യതിയാന ചെലവ് വക്രത്തിൻ്റെ ആകൃതി എന്താണെന്നാണ്. ആൻസർ എന്താണ്? U ആകൃതി. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ തന്നെ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ബാർട്ടർ സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യനാണ്. നികുതിയുടെ ആഘാതവും നികുതിയുടെ ബാധ്യതയും ഒരാളിൽ തന്നെയാണ് വന്നു ചേരുന്നതെങ്കിൽ അത്തരം നികുതികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഏതാണ്? പ്രത്യക്ഷ നികുതി. നികുതിയുടെ ആഘാതവും നികുതിയുടെ ബാധ്യതയും ഒരാളിൽ തന്നെ വന്നു ചേരുന്നതാണ് കേട്ടോ പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. അടുത്തതാണ്. ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന ദൃശ്യവും അദൃശ്യവുമായ കയറ്റുമതി, ഇറക്കുമതി ഇടപാടുകളുടെ രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ്. ആൻസർ വരുന്നത് അടവ് ശിഷ്ടം എന്നാണ്. ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ള കയറ്റുമതി, ഇറക്കുമതി ഇടപാടുകളുടെ രേഖയാണ് അടവ് ശിഷ്ടം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഒട്ടും സമയമില്ല, എക്സാമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു 2-3 മാർക്കിന് എഴുതാൻ പറ്റുന്ന തരത്തിലോ അല്ലെങ്കിൽ എന്താണ് ആ കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്രദമാവുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.